ഈ ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹമായിരിക്കും കുറച്ചൊക്കെ മോഡിഫൈ ഒക്കെ ചെയ്ത് ഒന്ന് യുണീക്കായിട്ട് അത് ഇറക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഈ പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ വണ്ടി മോഡിഫൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വണ്ടി മെയിൻ്റെനൻസ് ചെയ്യുന്ന ഏകദേശം ആ ഒരു സെയിം കോസ്റ്റ് നിങ്ങളെ വണ്ടി മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. പിന്നെ ചെറിയ ഡീമറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണാൻ ഇതിൻ്റെ സ്റ്റോക്ക് പാർട്സ് നിങ്ങളിൽ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഈ ഒരു പ്രോസസ്സ് നല്ല രീതിക്ക് സ്ലോ ആണ്. ഒരുപാട് നാളെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഈ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്ത് ഇറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് എൻ്റെ വണ്ടിയുടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. നോക്കി നമുക്ക് അറിയാൻ പറ്റും വണ്ടിയുടെ ഹൈറ്റ് നല്ലേക്ക് കൂട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ എക്സ്പൾസിൻ്റെ മോണോഷോക്കാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. അത് തന്നെ എൻ്റെ സ്റ്റോക്ക് മോണോഷോക്ക് മാറുന്ന സമയത്താണ് ഞാൻ ഇത് സ്വാപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ എനിക്ക് അത്ര എക്സ്പെൻസ് മാത്രമാണ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബ്രേഡഡ് കേബിളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ മറ്റേ കേബിൾ ഡാമേജും ബ്രേക്ക് ഫ്ലൂയിഡ് മാറാൻ നേരത്താണ് ഞാൻ ഇത് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് മാത്രമേ ആയിട്ടുള്ളൂ. എനിക്ക് എന്തായാലും അത് മണ്ടേറ്ററി ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ചിലതൊക്കെ ഈ ഒരു ഫോർക്ക് ബൂട്ട് പിന്നെ അവെഞ്ചറിൻ്റെ ഫോർക്ക് ബൂട്ടാണ്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചാലും ഇതെനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അതേ പ്രൈസ് എനിക്ക് വീണ്ടും ആവുമായിരുന്നു. അപ്പം ഞാൻ ചെയ്ത കാര്യം ഈ ഒരു ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ലേബറും